അതിപ്പോ അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും എനിക്കത് അറ്റൻഡ് ചെയ്യണം. എനിക്ക് താല്പര്യം. അവള് കരയുന്നത് ഞാൻ ചിന്തിച്ചു, അത് എന്തൊരു സ്നേഹമാണ് കർത്താവിനോട്. എനിക്ക് ജീവനുള്ള ആളെ വേണമെന്നല്ല, എനിക്ക് ഡെഡ് ബോഡി ആണെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യണം. ഒരു കാര്യം അവസാനിപ്പിക്കാമായിരുന്നു. നമുക്ക് പരിശോധിക്കാം. യേശുവൻ യേശു എന്റെ മാസ്റ്ററായിരുന്നു. വിശ്വമാനവികതയെ മനുഷ്യത്വത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ, ബൈബിൾ ബ്രെയിൻസ്, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473727226 9400520909. Bethel Medical Mission Hospital and Educational Group Bangalore, Bible Brains, powered by Good News Live. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരി ഉത്തരം സങ്കീർത്തനങ്ങൾ 18:23. ആദ്യം ഉത്തരമയച്ചത് ജോസഫ് M. മണിപ്പാൽ. Bethel Medical Mission Hospital and Educational Group Bangalore, Bible Brains, powered by Good News Live. കൃപയും കരുണയും ദൈവത്തിന്റെ പ്രധാനപ്പെട്ട 2 അട്രിബ്യൂട്ട്സ് ആണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? കൃപ അർഹിക്കാത്ത ദാനമാകുമ്പോൾ കരുണ അർഹിക്കുന്ന ശിക്ഷ നൽകാതിരിക്കുന്നതാണ്. കർത്താവ് നമ്മോട് എപ്പോഴും കരുണയുള്ളവനാണ്. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പെരുമാറുന്നില്ല. നാം കൃപാപാത്രങ്ങളായിരിക്കുമ്പോൾ തന്നെ കരുണാപാത്രങ്ങളാണ് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് ക്രിസ്തു മുഖാന്തരമുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠത. ബൈബിൾ ബ്രെയിൻസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ബൈബിൾ ബ്രെയിൻസിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് പ്രത്യേകം സ്വാഗതം. എന്താണ് പേര്, എവിടെ നിന്നാണ് വരുന്നത്, എന്ത് ചെയ്യുന്നു എന്ന് പരിചയപ്പെടുത്തും. എന്റെ പേര് മിനി. ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്ട് ഹരിപ്പാട് കാർത്തിപ്പള്ളി. ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ശുശ്രൂഷ വല്ലതും ആണോ? ഇല്ല, ഒന്നുമില്ല. ശുശ്രൂഷയിലല്ല. ബൈബിൾ ക്വിസിൽ മത്സരിക്കാനൊക്കെ ഉള്ളൊരു താല്പര്യം കൊണ്ട് വന്നതാ. താല്പര്യം കൊണ്ട് വന്നതാണ്. അപ്പൊ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് പിന്നെ മത്സരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആലപ്പുഴ വെസ്റ്റിലൊക്കെ. ആലപ്പുഴ വെസ്റ്റ് ഡിസ്ട്രിക്റ്റിലാണ് മത്സരിച്ച. സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. 1-2 പ്രാവശ്യം സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോ നല്ലപോലെ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പം ഒരു പേടി കൊണ്ടായിരിക്കും അങ്ങനെല്ലാം പറഞ്ഞിട്ട് ഇടയ്ക്ക് ഔട്ടായി പോയെങ്കിലും ഇല്ല, അങ്ങനെയല്ല. എനിക്ക് പിന്നെ ബൈബിൾ ക്വിസ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ബൈബിൾ ക്വിസ് ഇഷ്ടമാണ്. അത് ഇഷ്ടം.
അതിപ്പോ അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും എനിക്കത് അറ്റൻഡ് ചെയ്യണം. എനിക്കത് വലിയ താല്പര്യം. അറിയത്തില്ലെങ്കിലും അറ്റൻഡ് ചെയ്യാൻ ഒരു താല്പര്യം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ ഞാനും എന്റെ മക്കള് 2 പേര്. ഹസ്ബൻഡ് ഇല്ല, ഞാൻ വിഡോയാ. ആണോ? രണ്ടുപേര്. മക്കൾ എന്ത് ചെയ്യുന്നു? പിന്നെ മോൻ ഫോട്ടോഗ്രാഫറാ. ഫോട്ടോഗ്രാഫറാണ്. മറ്റൊരാള്? മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കുഞ്ഞുമകളാണ്. അപ്പോ എല്ലാം സന്തോഷകരമായി മുമ്പോട്ട് പോകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചു ആശംസിച്ചുകൊണ്ട് നമ്മുടെ മത്സരങ്ങൾ കാണാറുണ്ടോ? ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ആ 8 o'clock ഞാൻ എനിക്കത്തില്ല. ആ സമയത്ത് ഞാൻ 8 o'clock കിട്ടിയില്ലെങ്കിലും അത് കഴിഞ്ഞിട്ടിരുന്നു അതിനുശേഷം കാണും. അതിനുശേഷം കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. 8 o'clock ആ സമയത്ത് ലൈവായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. അതിനുശേഷമാണ് കൂടുതൽ ആളുകൾ കാണുന്നത്. അപ്പൊ മത്സരത്തെ കുറിച്ചൊരു ധാരണയുണ്ട്. എങ്കിലും ഞാൻ ഈ മത്സരത്തിന്റെ പാറ്റേൺ എന്ന് പറയുകയാണ്. 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ 1000 രൂപയുടെ സേഫ് സോൺ. 8 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ 3000 രൂപയുടെ സേഫ് സോൺ. 11 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ 6000 രൂപയുടെ സേഫ് സോൺ. ഒടുവിൽ 10,000ന്റെ ബമ്പർ ചോദ്യം, 12ാമത്തെ ചോദ്യം. 12 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ 10,000 രൂപയുമായി മടങ്ങിപ്പോകാം. 12 ചോദ്യത്തിൽ എത്തട്ടെ. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് 12 ചോദ്യത്തിൽ എത്തിയിട്ടുള്ളത്. എല്ലാവരും 12 ചോദ്യത്തിൽ എത്തട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ മിനി ആന്റിക്ക് എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ 1ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ആടിനെ മേയിച്ചതായി പറയപ്പെടാത്തത് ആരാണ്? ഓപ്ഷൻ എ ദാവീദ്, ഓപ്ഷൻ ബി മോശ, ഓപ്ഷൻ സി യാക്കോബ്, ഓപ്ഷൻ ഡി ശിംശോൻ. ഇവയിൽ ആടിനെ മേയിക്കാത്തത് ആരാണ്? ഓപ്ഷൻ ഡി ശിംശോൻ. ഓപ്ഷൻ ഡി ശിംശോൻ. ഉത്തരവ് ഉറപ്പിക്കാം. ഓക്കെ, ഓപ്ഷൻ ഡി ശിംശോൻ ഉത്തരവ് ഉറപ്പിക്കുന്നു. ദാവീദ് ആട്ടിടയനായിരുന്നു. മോശ 40 വർഷം മരുഭൂമിയിൽ ആടുകളെ മേയിച്ചിട്ടുണ്ട്. യാക്കോബും മക്കളും ഷേഖേമിലും സുഖാറിലും ദോധാനിലും ഒക്കെ ആടിനെ മേയിച്ച് നടന്ന ആളുകളാണ്. അവര് നാടോടികളായ ഇടയന്മാരാണെന്നൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. 1ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ശിംശോൻ. ഉത്തരം ശരിയാണോ? ശിംശോൻ ഉത്തരം വളരെ ശരിയാണ്. ഉത്തരം പറഞ്ഞ് 1ാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകി 500 രൂപയുടെ സമ്മാന തുകയിൽ എത്തി ചേർന്നിട്ടുണ്ട്. അപ്പോ ഈ റൗണ്ടിലെ 2ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ആദ്യത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ആദ്യം പ്രത്യക്ഷനായത് ആർക്ക്? ഓപ്ഷൻ എ പത്രോസിന്, ഓപ്ഷൻ ബി യോഹന്നാന്, ഓപ്ഷൻ സി യാക്കോബിന്റെ അമ്മ മറിയയ്ക്ക്, ഓപ്ഷൻ ഡി മഗ്ദലക്കാരത്തി മറിയയ്ക്ക്. യേശു ആദ്യം പ്രത്യക്ഷനായത് ആർക്ക്? സുവിശേഷങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തി. ഓപ്ഷൻ ഡി മഗ്ദലക്കാരത്തി മറിയ. ഓപ്ഷൻ ഡി മഗ്ദലക്കാരത്തി മറിയ. ഉത്തരവ് ഉറപ്പിക്കുന്നു. ഓപ്ഷൻ ഡി മഗ്ദലക്കാരത്തി മറിയ. അതൊക്കെ വളരെ ഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവളെ സംബന്ധിച്ച്, മഗ്ദലക്കാരത്തി മറിയെ സംബന്ധിച്ച് എനിക്കെപ്പോഴും ആ ഭാഗം ധ്യാനിക്കുമ്പോൾ വല്ലാത്തൊരു ചിന്ത തോന്നിയിട്ടുള്ളത്, മറിയ അവിടെ ചെല്ലുന്ന യേശു ഉയർത്തെഴുന്നേൽക്കും എന്ന് കരുതിയിട്ടൊന്നുമല്ല. ഇപ്പൊ യേശുവിന്റെ ജഡശരീരത്തിന് വേണ്ട സുഗന്ധവർഗം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും എന്തെങ്കിലും ചെയ്യണം. അവള് പോകുന്നത് ഇപ്പൊ കരയുമ്പോ തന്നെ തോട്ടക്കാരനോട് ചോദിക്കുന്നുണ്ട്, അവന്റെ ഡെഡ് ബോഡി എനിക്ക് തിരിച്ചു തരണം. അപ്പൊ അവള് കരയുന്നത് ഞാൻ ചിന്തിച്ചു, അത് എന്തൊരു സ്നേഹമാണ് കർത്താവിനോട്. എനിക്ക് ജീവനുള്ള ആളെ വേണമെന്നല്ല, എനിക്ക് ഡെഡ് ബോഡി ആണെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യണം. അത്രയ്ക്ക് താല്പര്യമായിരുന്നു. ശിഷ്യന്മാർക്ക് പോലും ഇല്ലാത്ത അത്രയ്ക്ക് സ്നേഹമായിരുന്നു യേശുവിനോട്. അത് അവളെ എത്തിച്ചപ്പോ നിശ്ചയമായിട്ടും കർത്താവ് ആദ്യത്തെ പ്രത്യക്ഷത അത്രയ്ക്ക് സ്നേഹമുള്ള മറിയയ്ക്ക് തന്നെ നൽകേണ്ടതാണ് എന്ന് ഞാനും തീരുമാനിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം. 2ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി മഗ്ദലക്കാരത്തി മറിയ. ഉത്തരം ശരിയാണോ? മഗ്ദലക്കാരത്തി മറിയാണ് ശരിയായ ഉത്തരം. 3ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഈ ചോദ്യത്തിന് ഉത്തരം നൽകി 600 രൂപയെ സമ്മാനത്തുക വർദ്ധിച്ചിട്ടുണ്ട്. 1ാമത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം. മിസ്രയീം ദേശത്തിനൊക്കെയും ഫറവോൻ മേലധികാരിയാക്കിയത് ആരെ? ഓപ്ഷൻ എ യോസെഫിനെ, ഓപ്ഷൻ ബി പാനപാത്രവാഹകനെ, ഓപ്ഷൻ സി മോശയെ, ഓപ്ഷൻ ഡി അഹരോനെ. ആരെയാണ് ഇതിൽ മിസ്രയീം ദേശത്തിന് മുഴുവൻ ഭരണാധികാരി, മേലധികാരിയാക്കിയത്? ഓപ്ഷൻ എ യോസഫ്. ഓപ്ഷൻ എ യോസഫ്. ഉത്തരം ഉറപ്പിക്കുന്നു. ഓപ്ഷൻ എ യോസഫ്. സംശയമില്ലാത്ത കാര്യമാണ്. ഏതായാലും മോശയും അഹരോനും
വിരുദ്ധമായിട്ട് നിന്ന ആളുകളാണ്. പാനപാത്രവാഹകരും ആ നിലയിൽ വന്നിട്ടില്ലെന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ യോസേഫ് എന്നുള്ള ഉത്തരം ശരിയാണോ? ഓപ്ഷൻ എ യോസേഫ് എന്ന ഉത്തരം വളരെ ശരിയാണ്. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി 800 എന്ന സമ്മാന തുകയിൽ എത്തിയിട്ടുണ്ട്. മുമ്പിലേക്ക് പോകുമ്പോൾ പ്രേക്ഷകരെ, നിങ്ങൾക്കുള്ള ചോദ്യമാണ് അടുത്തത്. ഉത്തരത്തിലേക്ക് നയിക്കുന്ന 3 സൂചനകളാണ് എപ്പിസോഡിന്റെ വിവിധ ഭാഗങ്ങളിലായി നിങ്ങൾക്ക് നൽകുന്നത്. നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള കമന്റ് കൂടെ ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉത്തരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ലിങ്കിൽ ഉത്തരങ്ങൾ സമർപ്പിക്കുക. ഇതാണ് നിങ്ങളുടെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന ഒന്നാമത്തെ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ഒന്നാം സൂചന: എനിക്ക് പല പേരുകളുണ്ട്, അവയെല്ലാം തന്നെ നിങ്ങൾക്ക് പരിചിതവുമാണ്. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. നമുക്ക് മടങ്ങി വരാം. ഈ ചോദ്യത്തിനും കൂടെ ഉത്തരം പറഞ്ഞാൽ 1000 രൂപയുടെ ഒരു സേഫ് സോണിലെത്തും. അപ്പൊ വെറുതെ മത്സരിച്ചു എന്നാകില്ല, ഒരു സമ്മാന തുക കിട്ടും. ഒരു ഇടക്കാല ആശ്വാസം എന്ന് പറയുന്നത് പോലെ ഈ റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ ഒരു സമ്മാന തുകയിലെത്തും. അപ്പൊ നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം: പുതിയ നിയമ പുസ്തകങ്ങളിൽ പരാമർശിക്കപ്പെടാത്ത പഴയ നിയമ പുരുഷൻ ഇവരിൽ ആരാണ്? പുതിയ നിയമ പുസ്തകത്തിൽ പറയാത്ത പഴയ നിയമ പുരുഷൻ. ഓപ്ഷൻ എ ഇയ്യോബ്, ഓപ്ഷൻ ബി ദാവീദ്, ഓപ്ഷൻ സി ഏലിയാവ്, ഓപ്ഷൻ ഡി ബെന്യാമിൻ. പുതിയ നിയമത്തിൽ പറയാത്ത പഴയ നിയമ പുരുഷൻ. ആലോചിച്ച്. ഓപ്ഷൻ ഡി ബെന്യാമിൻ. ഓപ്ഷൻ ഡി ബെന്യാമിൻ. ഉത്തരം ഉറപ്പിക്കാം. ഓപ്ഷൻ ഡി ബെന്യാമിൻ ഉറപ്പാണ്. യോബിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു യാക്കോബിന്റെ ലേഖനത്തിൽ യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നു. ദാവീദിനെ കുറിച്ച് നിരവധി ഇടങ്ങൾ ദാവീദിന്റെ വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏലിയാവിനെ കുറിച്ചും യാക്കോബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മഴ പെയ്യുന്ന ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അപ്പോൾ നിശ്ചയമായും ബെന്യാമിനാണ്. 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ബെന്യാമിൻ എന്ന ഉത്തരം ശരിയാണോ? ബെന്യാമിൻ ഉത്തരം വളരെ ശരിയാണ്. അങ്ങനെ ഒരു സേഫ് സോണിൽ മിനിയാൻഡി എത്തിച്ചേർന്നിട്ടുണ്ട്. 1000 രൂപയുടെ സേഫ് സോണിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി മടങ്ങി പോകുമ്പോൾ 1000 രൂപയായിട്ട് നിശ്ചയമായിട്ടും മടങ്ങി പോകാം. ഒരു സമ്മാനവും ഇല്ല എന്നൊരു നിരാശ ഉണ്ടാവില്ല. അപ്പോ അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ചോദ്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ആശയ്ക്കൊന്നുമില്ല, ബൈബിൾ ക്വിസിൽ പങ്കെടുത്തതുകൊണ്ട്. എങ്കിലും ഈ പ്രോഗ്രാമിനെ കുറിച്ച് വരുമ്പോ, മത്സരിക്കുമ്പോ, ഇങ്ങനെ ഈ സീറ്റിലിരിക്കുമ്പോ എന്ത് തോന്നുന്നു? ഞാൻ ഇങ്ങനെ ഒരു ഫ്ലോറിലെ ഫസ്റ്റ് ടൈം വളരെ പ്രാർത്ഥിച്ചോണ്ടാവുന്നത്. ഒത്തിരി പ്രാർത്ഥിച്ചോണ്ടാണ് വന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. ബൈബിൾ വായിക്കുന്ന ആളുകൾക്ക് മത്സരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകട്ടെ. ഇനിയും നിരവധി ആളുകൾക്ക് പ്ലാറ്റ്ഫോം ആകട്ടെ. ഇപ്പോൾ നമ്മൾ ഈ 2ാമത്തെ റൗണ്ടിലേക്ക് കടന്നു പോകുമ്പോൾ 2 ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഒന്നുകിൽ പഴയ നിയമം അല്ലെങ്കിൽ പുതിയ നിയമം. ഏത് ഭാഗമാണ് തരുന്നത്? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പക്ഷേ പഴയ നിയമം ആകുമ്പം പേരുകളൊന്നും ഇങ്ങോട്ട് ഓർമ്മ മനസ്സിലിരിക്കത്തില്ല. പക്ഷെ ഇഷ്ടമായിരിക്കും പഴയ നിയമം. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ പറയണമല്ലോ. അതുകൊണ്ട് പുതിയ നിയമം അതുകൊണ്ട് അപ്പോ ഉത്തരം പറയാൻ അടുത്ത ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന പുതിയ നിയമത്തിൽ നിന്നാണ്. അപ്പൊ നമുക്ക് മുമ്പിലേക്ക് പോകാം. 2ാമത്തെ റൗണ്ടിലെ പുതിയ നിയമത്തിലെ 1ാമത്തെ ചോദ്യം: താഴെ പറയുന്നവരിൽ ഒരേ തൊഴിൽ ചെയ്തു വന്നിരുന്നത് ആരൊക്കെ? ഒരേ തൊഴിൽ. ഓപ്ഷൻ എ പത്രോസ് സക്കരിയാവ്, ഓപ്ഷൻ ബി യായിറോസ് നത്തനിയേൽ, ഓപ്ഷൻ സി സക്കായി മത്തായി, ഓപ്ഷൻ ഡി യോഹന്നാൻ കുറേനക്കാരനായ ഷീമോൻ. ഒരേ തൊഴിൽ ചെയ്ത ആളുകൾ. ഇതിലൊരു കൂട്ടം ആളുകളുണ്ട്, ശ്രദ്ധിച്ചാൽ വേഗത്തിൽ പിടികിട്ടും. ഓപ്ഷൻ സി സക്കായി മത്തായി. ഉറപ്പിക്കാം. ഓപ്ഷൻ സി സക്കായി മത്തായി എന്ന ഓപ്ഷൻ ഉറപ്പിക്കുകയാണ്. എന്തായിരുന്നു അവരുടെ തൊഴിൽ എന്ന് ഓർക്കുന്നുണ്ടോ? ചുങ്കം പിരിക്കുകയായിരുന്നു സക്കായി മത്തായി. അപ്പൊ നമുക്ക് പരിശോധിക്കാം. 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി സക്കായി ആൻഡ് മത്തായി എന്നുള്ള ഉത്തരമാണ്. പരിശോധിക്കാം, ഉത്തരം ശരിയാണോ? ആ ഉത്തരം ശരിയാണ്. 1000-ൽ നിന്ന് 1500-ലേക്ക് സമ്മാനത്തുക വർദ്ധിച്ചിട്ടുണ്ട്. ഇനി മുമ്പിലേക്ക് പോകുമ്പോൾ ഒരു റിമൈൻഡർ: ഇടയ്ക്ക് എവിടെയെങ്കിലും ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുകയാണ് തോന്നുകയാണെങ്കിൽ മത്സരം അവസാനിപ്പിച്ചാൽ നമ്മൾ ഏത് തുകയിൽ വന്ന് നിൽക്കുന്നോ ആ തുകയിൽ മത്സരം അവസാനിപ്പിക്കും. ഉത്തരം പറഞ്ഞ് തെറ്റിപ്പോയാൽ
പഴയ സേഫ് സോൺ ആയിരിക്കുന്ന 1000-ലേക്ക് നമ്മൾ മടങ്ങി വരും. ആശങ്കയുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യണം എന്നില്ല, മത്സരം അവിടെ അവസാനിപ്പിക്കാം. ആശങ്കയില്ലെങ്കിൽ മുമ്പിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ പ്രേക്ഷകരെ, നിങ്ങൾക്കുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന രണ്ടാമത്തെ സൂചന കൂടെ നൽകിയാണ്. എപ്പിസോഡ് മുഴുവൻ ശ്രദ്ധിക്കുക, ഉത്തരങ്ങൾ വേഗത്തിൽ അയക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള രണ്ടാമത്തെ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ രണ്ടാം സൂചന: എനിക്ക് മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു, എന്നാൽ ഞാനൊരു കർഷകനായിരുന്നില്ല. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. അപ്പം നമുക്ക് മുമ്പിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടൈമർ ഉണ്ടെങ്കിൽ കൂടെ സമയം എടുക്കണമെങ്കിൽ സമയം എടുത്ത് ചോദ്യങ്ങൾ വായിച്ച് ചിന്തിക്കാവുന്നതാണ്. രണ്ടാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം: മൽക്കിസദേക്കിന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവയിൽ ഏത് പുസ്തകത്തിലാണ്? ഓപ്ഷൻ എ റോമറിൽ, ഓപ്ഷൻ ബി ഗലാത്യറിൽ, ഓപ്ഷൻ സി എബ്രായറിൽ, ഓപ്ഷൻ ഡി 1 കൊരിന്ത്യരിൽ. മൽക്കിസദേക്കിന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് പുസ്തകമാണ്? ലേഖനം. ഒരു ലേഖനത്തിൽ മൽക്കിസദേക്കിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പഴയ നിയമ ഭാഗങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്ന ഒരു പുതിയ നിയമ ലേഖനമാണ്. ഓപ്ഷൻ സി എബ്രായർ. ഉറപ്പിക്കാം. ഓപ്ഷൻ സി എബ്രായർ എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. മൽക്കിസദേക്കിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായി അബ്രഹാം ദശാംശം കൊടുത്തിട്ടുള്ള ശാലേം രാജാവ് എന്ന് പറയുന്ന രാജാവും പുരോഹിതനുമായിരുന്ന ആദ്യത്തെ വ്യക്തി യേശുക്രിസ്തുവിനെ ഉപമിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ആളാണ്. അതുകൊണ്ട് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും മഹാപുരോഹിതൻ എന്ന് വർണ്ണിച്ചിരിക്കുന്ന വ്യക്തിത്വമാണ് മൽക്കിസദേക്ക്. ഇപ്പൊ നമുക്ക് പരിശോധിക്കാം. ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി എബ്രായർ എന്നുള്ള ഉത്തരം ശരിയാണോ? എബ്രായർ എന്ന ഉത്തരം വളരെ ശരിയാണ്. 6 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി 2000 രൂപ സമ്മാന തുകയിൽ എത്തി നിൽക്കുന്നുണ്ട്. മുമ്പിലേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, ചോദ്യങ്ങൾ നല്ല രീതിയിൽ വായിക്കുക, ഓപ്ഷൻസ് ശ്രദ്ധിക്കുക, സമയം എടുക്കുക. ഇങ്ങനെ മറ്റ് മത്സരങ്ങളിൽ പങ്കെടുത്തതിനകത്തു നിന്ന് ഇതിനകത്തുള്ള ഒരു വിഭിന്നത എന്താണ് തോന്നുന്നത്? ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ, ടഫായിട്ട് തോന്നുന്നുണ്ടോ, അതോ സീറ്റിൽ ഇങ്ങനെ ലൈവായിട്ട് ചോദ്യം ഫേസ് ചെയ്യുന്നുണ്ട് ടെൻഷൻ ഉണ്ട്? ലൈവായിട്ട് ചോദിക്കുന്നതുകൊണ്ട് ടെൻഷൻ ഉണ്ട്. മറ്റു കാര്യങ്ങൾ നമുക്ക് എഴുതാനും രേഖപ്പെടുത്താനും ഒക്കെയാണ്. ഇതിങ്ങനെ മുഖാമുഖം ചോദിക്കുമ്പോ ഒരു ടെൻഷൻ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം: സ്നേഹത്തിന്റെ ഏതൊക്കെ പ്രത്യേകതകളാണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറയുന്നത്? സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. സി, സ്നേഹിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തും. ഓപ്ഷൻ ഡി, ഓപ്ഷൻ എ ആൻഡ് ബി. ഇതിലേതാണ്? സ്നേഹത്തിന്റെ ഏതൊക്കെ പ്രത്യേകതകളാണ് 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നത്? വായിക്കാൻ സമയമെടുക്കാം, ആലോചിക്കാം. ഓപ്ഷൻ ഡി എ ആൻഡ് ബി. ഓപ്ഷൻ ഡി എ ആൻഡ് ബി ഉറപ്പിക്കാം. ഓപ്ഷൻ ഡി എ ആൻഡ് ബി എന്ന ഉത്തരമാണ് ഉറപ്പിക്കുന്നത്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല എന്ന ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. മിക്കവാറും ചർച്ചകളിലൊക്കെ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് ഈ സ്നേഹത്തിന് പകരം സ്വന്തം പേര് കൊടുത്ത് വായിക്കാൻ പറയും. ഇപ്പൊ ഞാൻ വായിച്ചാൽ ജിനു ദീർഘമായി ക്ഷമിക്കുന്നു, ജിനു ഒരു നാളും മുതിർന്നു പോകുകയില്ല, ജിനു നിഗളിക്കുന്നില്ല, ജിനു സ്പർദ്ധിക്കുന്നില്ല എന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സഭയിലെ PYPയിലും സൺഡേ സ്കൂളിന്റെ പ്രോഗ്രാമിലും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. സ്വാഭാവികമായി മനുഷ്യൻ നിലയിൽ ക്ഷമ കുറഞ്ഞു പോയിട്ടുണ്ട്, നിഗളങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ നിലയിൽ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ്, എനിക്ക് മാത്രമല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമുക്ക് ഉത്തരം പരിശോധിക്കാം. ഏഴാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി എ ആൻഡ് ബി എന്നുള്ളതാണ്. ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. 7 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി 2500 എന്ന സമ്മാന തുകയിൽ എത്തിയിട്ടുണ്ട്. അടുത്തത് സെക്കൻഡ് റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ 3000 രൂപയുടെ ഒരു സേഫ് സോണിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പൊ 3000 രൂപയുടെ സേഫ് സോണിൽ കയറും. ഒരു പ്രതീക്ഷ വരുന്നില്ലേ? കർത്താവ് കൃപ ചെയ്താൽ നമുക്ക് മുമ്പിലേക്ക് പോകാം. രണ്ടാമത്തെ റൗണ്ടിലെ ഫൈനൽ ചോദ്യം: തന്റെ വരവിനും
ലോകാവസാനത്തിനും അടയാളമായി യേശുക്രിസ്തു പറഞ്ഞവയിൽ ഉൾപ്പെടാത്തത് ഇവയിലേത് ഇല്ലാത്തതാണ്. ഓപ്ഷൻ എ, യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ഓപ്ഷൻ ബി, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ട് വരികയും ചെയ്യും. സി, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തളർത്തുപോകും. ഓപ്ഷൻ ഡി, പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. ഇതിലൊന്ന് യേശുക്രിസ്തു പറയാത്തവയാണ്. യേശുക്രിസ്തു പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേതാണ്? മത്തായി 24 ലോകാവസാനത്തിന് തന്റെ വരവിനെയും കുറിച്ച് യേശുക്രിസ്തു പറയുന്നത്. ഇതിലൊരു കാര്യം പൗലോസിന്റെ ലേഖനങ്ങളിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കിയാൽ ഉത്തരം നൽകും. ടൈമർ ശ്രദ്ധിക്കണ്ട, ആലോചിക്കാൻ സമയം എടുക്കും, ടെൻഷൻ അടിക്കണം. പൗലോസിന്റെ ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്യം, ഒരു ചിന്ത ഇതിനകത്തുണ്ട്. അത് മനസ്സിലാക്കിയാൽ സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവസാനിപ്പിക്കാം. 8ാമത്തെ ചോദ്യമാണ്. നമ്മളിപ്പോൾ 2500 രൂപ എന്ന തുകയിലാണ് നിൽക്കുന്നത്. ഉറപ്പാണെങ്കിൽ മുമ്പിലേക്ക് പോകാം, ഇല്ലെങ്കിൽ പൗലോസിന്റെ ലേഖനമാണ്, പൗലോസ് എന്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നവർക്ക് യേശു പറഞ്ഞതിന് സമാനമാണ്. എന്നാൽ ചില പ്രത്യേക കാര്യങ്ങൾ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അന്ത്യക്രിസ്തുവിന്റെ വെളിപ്പാട് സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് പൗലോസ് ആണോ എന്നൊരു കാര്യമുണ്ട്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഉറപ്പിക്കാം. ഓപ്ഷൻ ബി ഉറപ്പിക്കുന്നു. ഓപ്ഷൻ ബി ഉറപ്പിക്കാം. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരികയും ചെയ്യും. അത് ഉറപ്പിക്കാം. ഓപ്ഷൻ ബി പൗലോസിന്റെ ലേഖനത്തിൽ ഉള്ളതാണ്. ഉറപ്പിക്കാം. ഓപ്ഷൻ ബി പൗലോസിന്റെ ലേഖനത്തിൽ ഉള്ളതാണ്. അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും എന്ന കാര്യം. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും എന്നുകൂടി ഉണ്ട്. പൗലോസ് ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും, അന്യോന്യം പകയ്ക്കുകയും ചെയ്യും എന്ന് യേശു കർത്താവ് പറഞ്ഞു തന്നെയാണ്. സിയും ബിയും ആണ് നമുക്ക് കൺഫ്യൂഷൻ ജനിപ്പിക്കുന്ന ഒരു കാര്യം. അവസാനിപ്പിക്കാമായിരുന്നു. നമുക്ക് പരിശോധിക്കാം. 8ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി. ആ ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി ഉത്തരം ശരിയാണ്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരികയും ചെയ്യും. അതാണ് അതിന്റെ ഉത്തരം. അങ്ങനെ 2 റൗണ്ടുകൾ പൂർത്തീകരിച്ച് 3000 രൂപയുടെ സേഫ് സോണിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പിലേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. 3 ഓപ്ഷനാണ് ഉള്ളത്. 3 ചോദ്യ പാറ്റേണുകളാണുള്ളത്. ഒന്ന് ലോക മതങ്ങളിൽ നിന്ന്, ഒന്ന് മിഷണറി ചരിത്രത്തിൽ നിന്ന്, ഒന്ന് ക്രൈസ്തവ ഗാനങ്ങളിൽ നിന്ന്. ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഏത് തിരഞ്ഞെടുക്കും? ഇത് 3 എനിക്കറിയാൻ വയ്യാത്ത കാര്യം. 3 അറിയാൻ മേല. പിന്നെ ഏതായാലും ഇപ്പൊ സേഫ് സോണിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മുമ്പിലേക്ക് പോകാം. നോക്കുന്നുണ്ട് കുഴപ്പമില്ലല്ലോ. അത് നമ്മൾ ആൻസർ പറഞ്ഞില്ലേ? ആൻസർ ഇല്ലില്ല, നോ പ്രോബ്ലം. ഇപ്പൊ 3000 രൂപ എന്ത് കാണിച്ചാലും സേഫ് സോണിലാണ്. മുമ്പിലേക്ക് പോകാം. ആൻസർ പറഞ്ഞില്ലെങ്കിൽ, ആൻസർ പറഞ്ഞ് തെറ്റിയാലും ഈ 3000 രൂപയിൽ തന്നെ നിൽക്കും. നോ പ്രോബ്ലം. മ്യൂസിക് ആണ് തിരഞ്ഞെടുക്കുന്നത്. അറിയാന്നില്ല, അങ്ങ് എടുക്കുക. മ്യൂസിക്കിലേക്കാണ് പോകുന്നത്. അറിയത്തില്ല. അപ്പൊ നമുക്ക് മുമ്പിലേക്ക് പോകാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കുള്ള ഉത്തരത്തിലേക്ക് നയിക്കുന്ന 3ാമത്തെ സൂചന കൂടെ നിങ്ങൾക്ക് നൽകുകയാണ്. 3ാമത്തെ സൂചന ശ്രദ്ധിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 3ാം സൂചന. തന്റെ കാലമറിയുന്ന ഒരു പക്ഷിയെക്കുറിച്ച് യിരെമ്യാ പ്രവാചകനും എന്നാൽ തന്റെ കാലമറിയാത്തത് ആർക്കാണെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. മിനി ആൻഡ് മ്യൂസിക് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മ്യൂസിക്കിലെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. 3ാമത്തെ റൗണ്ടിലെ 1ാമത്തെ ചോദ്യം. ഒരു ഓഡിയോയാണ് ഇനി കേൾപ്പിക്കുന്നത്. ഓഡിയോ ഇവിടെ സ്പീക്കറിൽ കേൾക്കാം. ആ ഗാനം ഏതാണെന്ന് കണ്ടെത്തണം. ഒരു ഇൻസ്ട്രുമെന്റിന്റെ ശബ്ദമായിരിക്കും, മൗത്ത് ഓർഗന്റെ ശബ്ദമായിരിക്കും കേൾക്കുന്നത്. മൗത്ത് ഓർഗൻ വായിക്കുന്നത്. അത് ഏത് പാട്ടാണെന്ന് തിരിച്ചറിയുക. പാട്ട് കേൾക്കാം.
ഒക്കെ വളരെ സുപരിചിതമായ ഒരു പാട്ട്, വളരെ അതെ മനോഹരമായി. അതെ, ഫസ്റ്റ് ലൈന് കർത്തൻ ഉം. കർത്തൻ അത് തന്നെ. കീർത്തിക്കുന്നു. അതിന്റെ ആ ഫസ്റ്റ് ലൈൻ കിട്ടുന്നില്ല ഫസ്റ്റ് ലൈൻ കിട്ടുന്നില്ല. ഒന്നുകൂടെ കേൾപ്പിക്കണോ? അല്ല, ആലോചിച്ചെടുത്താ മതി, പാടി നോക്കൂ. ഇത്രയും വന്നല്ലോ, ഉത്തരത്തിലെത്തിയിട്ടുണ്ട്. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ, കീർത്തിക്കും ഞാൻ നന്ദിയ. ആ, സ്വന്തമായതാൽ പറഞ്ഞു, അതിന് മുമ്പുള്ളത്. ആ യേശുവൻ ആ അത് തന്നെ. യേശു, യോ എന്റെ മാസ്റ്റർ, യേശു രക്ഷിതാവൻ. പാടാൻ പറ്റുമോ? ഒന്ന് പാടി നോക്കിക്കേ. അല്ല, അതിനൊന്നും അത് തന്നെയാണ്, പഠിക്കോ. യേശു രക്ഷിതാവൻ സ്വന്തമായതാ. ഞാനവൻ അറിയത്തില്ല. ഓക്കെ, അത്രത്തോളം കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് പാടുന്നതാ ആ പാട്ടാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ യേശു രക്ഷിതാവൻ രക്ഷിതാവൻ സ്വന്തമായതാൽ ഞാനവൻ സന്താനമായി തീർന്നതാൽ എന്നും മോഹമെന്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താൽ. രക്ഷദാനമോ എത്ര മാധുര്യം, എന്നെ വീണ്ടതോ ആദത്രയാശ്ചര്യം. അറിയത്തില്ല. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ നന്ദിയാൽ. അപ്പൊ സംഗീതം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടും നന്നായി. 9ാമത്തെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകി 4000 രൂപ എന്ന നല്ലൊരു സമ്മാനത്തുകയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ മുമ്പിലേക്ക് പോകുമ്പോ എന്തെങ്കിലും ആശങ്ക തോന്നുന്നെങ്കിൽ അവിടെ അവസാനിപ്പിച്ചോണം. ഉത്തരം പറഞ്ഞ് 3000ലേക്ക് തിരിച്ചു പോകരുത്. മിനിയാൻറ്റി ശ്രദ്ധിക്കുക. പ്രേക്ഷകരെ ഞങ്ങളുടെ കൂടെ വരിക. മിനിയാൻറ്റി എത്രത്തോളം പോകും നമുക്കൊന്ന് നോക്കണം. മുമ്പിലേക്ക് നമുക്ക് പോകാം. 3ാമത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം. ഈ ഗാനം ആരംഭിക്കുന്നത് എങ്ങനെ? ഒരു പാട്ടിന്റെ ഇടയിലുള്ള വരികളാണ് ഇനി നൽകുന്നത്. ആ പാട്ട് ആരംഭിക്കുന്നത് എങ്ങനെ? പാട്ട് ശ്രദ്ധിക്കാം. മന്നൻ ദാവീദിൻ സുതനെ വന്നൂദിച്ച മന്നന മാനുവേല. മന്നൻ ദാവീദിൻ സുതനെ വന്നൂദിച്ച മന്നന മാനുവേല. സന്നഹമോടെന്നും സന്നിധൗ പാടുവാൻ ഉന്നതനെ എന്നെ നിന്നിലേക്കാക്കണം. വരികൾ മനസ്സിലാകുന്നുണ്ടോ? 3ാമത്തെ റൗണ്ടാണ്. ചോദ്യങ്ങൾക്ക് അല്പം കഠിനത കൂടും. ഉത്തരം അറിയില്ല എങ്കിൽ നമുക്ക് മത്സരം ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. പിടികിട്ടുന്നില്ല. എനിക്കും പഴയ പാട്ടുകളെ കുറിച്ച് എനിക്കും ഗ്രാഹ്യമില്ല. അപ്പൊ നമ്മൾ തുല്യ ദുഃഖിതരാണ്. അപ്പൊ മത്സരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് മിനിയാൻറ്റി. ഇത്രയും നല്ല രീതിയിൽ 10 ചോദ്യങ്ങൾ വരെ, 2 ചോദ്യങ്ങളും കൂടെ എത്തിയാൽ മതിയായിരുന്നു. പക്ഷേ 10 ചോദ്യങ്ങൾ വരെ വളരെ മനോഹരമായിട്ട് മത്സരിച്ച് 4000 രൂപ എന്ന സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മനസ്സിൽ തോന്നിയ ഉത്തരങ്ങൾ വല്ലതും ഉണ്ടോ? ആ പാട്ടിനെ സംബന്ധിച്ചില്ല. ഒരു ട്രൈ ചെയ്യുന്നു. ഇനിയും നമ്മളിവിടെ മത്സരം അവസാനിപ്പിച്ചു എങ്കിലും ഒന്നുകൂടെ വേണമെങ്കിൽ ആ പാട്ട് കേൾപ്പിക്കാം. പാട്ട് കേട്ടിട്ടില്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ചാ വരി കിട്ടുമോ? ഒന്നുകൂടെ ആ പാട്ടൊന്ന് നമുക്കൊന്ന് പ്ലേ ചെയ്യാം. എവിടെങ്കിലും. മന്നൻ ദാവീദിൻ സുതനെ വന്നൂദിച്ച മന്നന മാനുവേല. മന്നൻ ദാവീദിൻ സുതനെ വന്നൂദിച്ച മന്നന മാനുവേല. സന്നഹമോടെന്നും സന്നിധൗ പാടുവാൻ ഉന്നതനെ എന്നെ നിന്നിലേക്കാക്കണം. അവരി അറിയാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കുന്നു. ഏത് പാട്ടാണ് നമുക്ക് നോക്കാം. ഏതാണ് ഇതിന്റെ ആദ്യത്തെ വരികൾ? സ്തോത്രം ചെയ്യും ഞാനെന്നും രക്ഷിതാവേ മാത്രം വാഴ്ത്തും ഞാൻ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. സ്തോത്രം ചെയ്യും ഞാനെന്നും വളരെ പഴയ പാട്ടുകളാണ്.
മൂന്നാമത്തെ റൗണ്ട് ആയതുകൊണ്ട് മുമ്പിലേക്ക് പോകുമ്പോഴും മത്സരം അല്പം കഠിനമായി വരത്തുള്ളൂ. പക്ഷെ മിനിയാൻഡി ഇന്ന് മത്സരിച്ച മത്സരാർത്ഥികളിൽ ഏറ്റവും നല്ല സമ്മാനത്തുകയായിട്ട് മടങ്ങുന്ന ആള് മിനിയാൻഡിയാണ്. 4000 രൂപ സമ്മാനത്തുകയിൽ ഈ ചങ്ങനാശ്ശേരിയിലെ ഷൂട്ടിലെത്തിയത് മിനിയാൻഡിയാണ്. പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വീണ്ടും മത്സരിക്കാൻ, നല്ലപോലെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ ഒരുപാട് പേർക്ക് സഹായമായി തീരാൻ കർത്താവ് സഹായിക്കട്ടെ. ബൈബിൾ ബ്രെയിൻസിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളും നിങ്ങളുടെ താലന്തുകൾ ദൈവരാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കുക. പ്രിയപ്പെട്ടവരെ ബൈബിൾ വായിക്കാൻ അതിലേക്ക് വളർത്തുക. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്തിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live.